അരവിന്ദ സുഹൃദ്ബിംബ വരഗോഷ്ടനിവാസിനിം വരദാം സുരഭിം വന്ദേ വചസാം അധിദേവത. കൊണ്ടത്തിങ്കിണി ജാലകോലാഹലാഢ്യം ലസൽപീതവാസോവസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ശുക്രന്റെ പ്രകരണമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അഷ്ടമഭാവം വരെ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് 9ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ അനുഭവിക്കേണ്ടുന്ന ഫലവിഷയത്തെ പറയുന്നു. ഭൃഗൗ ത്രിത്രികോണേ പുരേ കേന പൗരാ കുസീദേന യേ വൃദ്ധിമസ്മൈ നദീരൻ ഗൃഹം ജായതേ തസ്യ ധർമ്മധ്വജിത്വം സഹോർത്ഥാദി സൗഖ്യം ശരീരേ സുഖം ച. നോടിച്ചെല്ലാം. ഭൃഗൗ ത്രിത്രികോണേ പുരേ കേന പൗരാ കുസീദേന യേ വൃദ്ധിമസ്മൈ ദധീരൻ ഗൃഹം ജായതേ തസ്യ ധർമ്മധ്വജിത്വം സഹോർത്ഥാദി സൗഖ്യം ശരീരേ സുഖം ച. ഭൃഗൗ ത്രിത്രികോണേ പുരേ കേന പൗരാ കുസീദേന യേ വൃദ്ധിമസ്മൈ ദധീരൻ ഗൃഹം ജായതേ തസ്യ ധർമ്മധ്വജിത്വാൻ സഹോർത്ഥാദി സൗഖ്യം ശരീരേ സുഖം ച. ഇങ്ങനെയാണ് പ്രമാണം. ഭൃഗൗ ത്രിത്രികോണേ, ത്രിത്രികോണേ ഭൃഗൗ, ബുധൗ എന്നല്ല ഭൃഗൗ. ഭൃഗു എന്ന് പറഞ്ഞാൽ ശുക്രൻ. ത്രികോണം എന്ന് പറഞ്ഞാൽ 5ാമത്തെ രാശി. ത്രിത്രികോണം എന്ന് പറഞ്ഞാൽ 5ന്റെ 5, അപ്പോൾ 9ാമത്തെ രാശിയിലും. ത്രിത്രികോണാധിപാനാം എന്നൊക്കെ ചില ദിക്കിൽ ഹോരയിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ത്രിത്രികോണം എന്ന് പറഞ്ഞാൽ എപ്പോഴും 9ാം ഭാവത്തിനെയാണ് ത്രിത്രികോണം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ശുക്രൻ 9ാം ഭാവത്തിൽ നിന്നാൽ പുരേ കേന പൗരാ, പുരത്തിങ്കൽ ചില, കേന എന്ന് പറഞ്ഞാൽ ചില പൗരന്മാർ വന്നുകൊണ്ടേയിരിക്കുന്ന അർത്ഥം. കുസീതം എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. കുസീതം കൊണ്ട് വൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് വീടിന്റെ അയൽവക്കത്തുള്ളതായ പൗരന്മാരെല്ലാം ഇവിടേക്ക് വരികയും പലിശ കൊടുക്കുകയും ചെയ്യും എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്
പണം വാങ്ങാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ആ നാട്ടിലുണ്ടാവുമോ എന്ന് സംശയം ജനിപ്പിക്കുന്ന വിധത്തിലാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആരും ഉണ്ടാവില്ല, എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പൈസ വാങ്ങാത്ത ആരും നാട്ടിലുണ്ടാവില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ. അവരുടെ അടുക്കൽ നിന്ന് ഒരുവിധ ആൾക്കാരൊക്കെ കടം വാങ്ങിയിട്ടുണ്ടാവും. പലരും പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വേഗം അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ കിട്ടും. ബ്ലേഡിന് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ബ്ലേഡ് എന്ന് പറയാന്ന് വെച്ചാൽ പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പലിശയ്ക്ക് കടമെടുക്കാത്ത ഒരാളും ആ പ്രദേശത്ത് ഉണ്ടാവില്ല എന്നുള്ള വിധത്തിലാണ് ഈ അർത്ഥത്തെ ആചാര്യൻ സമാഹരിച്ചിട്ടുള്ളത് എന്നർത്ഥം. ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് എല്ലാവരും വരുന്നർത്ഥം. ഗൃഹം ജായത്തെ തസ്യ ധർമ്മധ്വജിത്വൻ. ഗൃഹം ഉണ്ടാകും, പ്രസിദ്ധിയുള്ളതായ ഗൃഹമുണ്ടാകും. തസ്യ ധർമ്മധ്വജിത്വൻ. ധർമ്മധ്വജി എന്ന് പറഞ്ഞാൽ വേഷം കെട്ടുന്നയാള് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജട മുതലായിട്ടുണ്ടാവുന്നതായ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വേഷം കെട്ടുന്നയാളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആളുകൾക്കിടയിൽ ധർമ്മമായ കാര്യങ്ങളെ ചെയ്യുന്നുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ചില വേഷഭൂഷാദികളെ വരെ അണിഞ്ഞു നടക്കുന്നതായ പ്രകൃതം ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. സഹോർത്ഥാദി സൗഖ്യം. സഹോർത്ഥാദി സൗഖ്യം. സഹോർത്ഥ എന്നല്ല, സഹോർത്ഥാദി സൗഖ്യം. സഹോർത്ഥന്മാര്, സഹോദരന്മാര് എന്നർത്ഥം. അവരിൽ നിന്ന് സുഖം അനുഭവിക്കാനുള്ളവർ. ശരീരേ സുഖം ച. ശരീരത്തിനും ഇതേപോലെ നല്ല സുഖം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഞാൻ അതിൻ്റെ അന്വയമെന്ന് പറയാം. ഭൃഗു തൃത്രികോണത്തിങ്കൽ സ്ഥിതനായിരിക്കും സമയത്തിങ്കൽ പുരത്തിങ്കൽ പൗരന്മാർ യാവചിലർ അവരവർ കുസീതം കൊണ്ട് ഇവനായിക്കൊണ്ട് വൃദ്ധിയെ ദാനം ചെയ്യാതെയിരിക്കും. അവന് ധർമ്മധ്വജിത്വം ഹേതുകമായിട്ട് ഗൃഹവും സഹോർത്ഥാദി സൗഖ്യവും ശരീരത്തിങ്കൽ സുഖവും ജനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും അത് ഒന്നുകൂടി ചൊല്ലി അതിൻ്റെ സംക്ഷേപിച്ചൊരർത്ഥത്തെ പറയാം. ഭൃഗൗ തൃത്രികോണേ പുരേ കേന പൗരാ കുസീദേന യേ വൃദ്ധിമസ്മൈ ദദീരൻ ഗൃഹം ജായത്തെ തസ്യ ധർമ്മധ്വജിത്വൻ സഹോത്ഥാദി സൗഖ്യം ശരീരേ സുഖം ച. ശുക്രൻ 9-ാം ഭാവത്തിങ്കൽ ജനന സമയത്ത് നിൽക്കുന്നുവെങ്കിൽ അവന്റെ സമീപവാസികളായ ഏത് ജനങ്ങളാണ് കുസീതം കൊണ്ടുവന്ന് വൃദ്ധിയെ കൊടുക്കാതിരിക്കുക? എന്നാൽ എല്ലാ ജനങ്ങളും ഇവനോട് കടം വാങ്ങുകയും ഇവന് പലിശയെ കൊടുക്കുകയും ചെയ്യുമെന്ന് താല്പര്യം. കുസീതം എന്നാൽ മുതൽ പലിശയ്ക്ക് കൊടുക്കുന്ന കച്ചവടമാകുന്നു. കുസീതം വൃദ്ധിജീവികാഹ എന്ന് അമരകോശത്തിൽ വചനമുണ്ട്. ധാർമ്മികന്റെ വേഷത്തെ ധരിക്കുക നിമിത്തം ഇവന്റെ ഗൃഹം പ്രസിദ്ധമുള്ളതായിത്തീരും. ഇവിടെ ജനിക്കുന്നുവെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും പ്രസിദ്ധിയുള്ളതായിത്തീരുമെന്ന് അധ്യാഹാരത്തിങ്കിൽ നിന്ന് ലഭ്യമാകുന്നു. ധർമ്മധ്വജി എന്നാൽ ഉപജീവനത്തിനു വേണ്ടി ജഡ മുതലായകളെ ധരിച്ച് വേഷം കെട്ടുന്നവനാകുന്നു. ധർമ്മധ്വജി ലിംഗവൃത്തി എന്നും അമരകോശത്തിൽ വചനമുണ്ട്. സഹോദരന്മാർ മുതലായവരിൽ നിന്ന് സൗഖ്യവും ശരീരത്തിന് വേണ്ടും പ്രകാരം സുഖവും ഉണ്ടാകും. ഇതാണ് 9-ാം ഭാവത്തിൽ ശുക്രൻ എന്നാലുള്ള ഫലം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 10-ാം ഭാവത്തിൽ ശുക്രൻ എന്നാലുള്ള ഫലത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.